ഫോണിന്റെ പാസ്വേഡ് ഓർത്തെടുക്കാൻ. വാ വാ ആ വന്നു പറ. വാ വാ വാപ്പച്ചി വാപ്പച്ചിയുടെ ലെഗിൻസ്. ലെഗിങ്സോ? നിങ്ങളുടെ വാപ്പച്ചി എന്തിനാ ലെഗിങ്സ് ഇടുന്നത്? പാപ്പച്ചിയുടെ ലെഗസി എന്നായിരിക്കും. ആ കറക്റ്റ്. അടിക്ക് അറിയാട്ട് ഉണ്ടായിരിക്കുമെന്നോ? അതൊന്നും അല്ല, അതിനെക്കാട്ടി ഏതോ ടഫായിട്ടുള്ള സംഭവം ഇത്. ഏ ഏ ഏ എൻസൈക്ലോപീഡിയ ആണെന്ന് തോന്നുന്നു. സ്പെല്ലിംഗ് അറിയാവോ? സൈക്കിളിൻ്റെ അറിയത്തുള്ളൂ, ബാക്കി ഒപ്പിക്കാവോ? ഏ ആ. എനിക്കൊരു കുഴിമന്തി ഓർഡർ ചെയ്യാവോ? ആ ഇതിന് മാത്രം ഒരു കുരുവില്ല. 3 നേരം ഫുഡ്. പാസ്വേഡ് ചോദിച്ചാൽ ഇല്ല. ആ ആ അൽഫാം ആയിരിക്കും. ഈ കള്ള പാസ്പോർട്ട് അടിച്ചവനെ ഇവരല്ലാതെ വേറെ ആരും കണ്ടില്ലേ? കണ്ടിട്ടുണ്ട് സാർ, ഒരു റബ്ബർ വെട്ടുകാരൻ. അവനെ പൊക്ക. സാർ തന്നെ പൊങ്ങാനല്ല, അവനെ പൊക്കാൻ. ബ്രൈറ്റ് ഒന്ന് ഓഫ് ചെയ്യാവോ? ഈ കള്ള പാസ്പോർട്ടുകാരൻ വന്നപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുമായിരുന്നു? വലിച്ചോണ്ടിരിക്കുവായിരുന്നു. വലിച്ചോണ്ടിരിക്കുമായിരുന്നു. ഒട്ടുപാലേ കള്ളം പോകുമ്പോൾ നോക്കണം, അല്ല ഇതുപോലെ വലിച്ചോണ്ടിരിക്കേണ്ടി വരും. എന്തോന്ന്? ഒട്ടുപാലേ. ആ കള്ള പാസ്പോർട്ടുകാരൻ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടായിരുന്നോ? അയാൾ വരുമ്പം തന്നെ ഒരു ഉറയുണ്ടായിരുന്നു. ഉറയോ? ഈ റബ്ബർ പാലിൻ്റെ ഉറയാണോ? അല്ല, ഒരാൾ വരുമ്പോൾ ഒരു പ്രഭാവലയമില്ലേ അത്. ഓറയാണ് ദിനേന്ദ്രൻ പറയുന്നത് കേട്ടോ. ആണോ? ശരി ശരി സാറേ, ഒന്നുകൊണ്ട് പേടിക്കണ്ട. ആ കള്ള പാസ്പോർട്ടുകാരനെ നമുക്ക് 20-ാം തീയതി പോക്കാം. എങ്ങനെ? മാർച്ച് 20-ാം തീയതി C5 മലയാളത്തിൽ ഒരു വെബ് സീരീസ് തുടങ്ങുന്നുണ്ട്, കാസർഗോഡ് എംബസി. അതിനകത്ത് അവൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഉണ്ട്. ഓ ബ്രില്യൻറ്റ്. നമുക്ക് അതിരുന്ന് കണ്ടാൽ പോരെ, വെറുതെ ഈ റബ്ബർ തോട്ടത്തിനകത്ത് വന്ന് കൊതുകടി കളേണ്ട വല്ല കാര്യമുണ്ടോ? ശരിയാണല്ലോ. അല്ല ആരൊക്കെ ആർട്ടിസ്റ്റുകൾ? ദീപക് പരമ്പോള്, കബീർ സിംഗ്, റോണി ഡേവിഡ്, പിന്നെ നമ്മുടെ സുധീഷ് ചേട്ടനുണ്ട്. അങ്ങനെ വൻ താരനിരയുള്ള കിടിലൻ സീരീസാണ്. അങ്ങനെയാണെങ്കിൽ മാർച്ച് 20-ന് രാവിലെ തന്നെ കണ്ടിട്ട് അവനെ പൊക്ക.